ബുദ്ധിക്ക് നിരക്കുന്നതാണെങ്കിൽ കറാമത്താണോ? ഇപ്പൊ മറിയം ബീവിക്ക് ഭക്ഷണം ലഭിച്ചു എന്ന് പറയുന്നത് ആ മഹദിയുടെ കറാമത്തായി വിശദീകരിക്കാറുണ്ട്. മറിയം ബീവി തൊട്ടടുത്തുള്ള ഫ്രൂട്ട് സ്റ്റാളിൽ പോയിട്ട് കുറച്ച് മുന്തിരിയും കുറച്ച് ആപ്പിളും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് കറാമത്താണുള്ളത്? രണ്ട് സഹാബികൾ നടന്നു പോകുമ്പോ അവർക്ക് വെളിച്ചം രണ്ടായി മാറി വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നത് കറാമത്തായി പറയാറുണ്ട്. അവർ രണ്ടാളും മെഴുകുതിരി കത്തിച്ചിങ്ങനെ പോവുകയായിരുന്നു. രണ്ടാളും രണ്ടു വഴിക്ക് പോകാനായപ്പോ മെഴുകുതിരി എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു മെഴുകുതിരി ഒരാളും എടുത്തു, ബാക്കി ഒരു കഷ്ണം മെഴുകുതിരി കത്തിച്ചിട്ട് മറ്റേയാളും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൽ കറാമത്തുണ്ടോ? കറാമത്ത് മുഅ്ജിസത്ത് എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിക്ക് നിരക്കാത്താണ്. മൂസാ നബി അലൈഹിസ്സലാം പാലം കെട്ടിയിട്ട് പാലത്തിന്റെ മുകളിൽ കൂടി പോയി, അല്ലെങ്കിൽ കൊട്ടത്തോണി ഇറക്കിയിട്ട് ആ തോണിയിലെ ആളുകൾ അപ്പുറം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് മുഅ്ജിസത്താണോ? അല്ല, അത് എല്ലാവർക്കും കഴിയും. നേരെ മറിച്ച് നദിയിലേക്ക് വടികൊണ്ടടിച്ചു, ആ നദി രണ്ടായി മാറി, അതിലൂടെ മൂസാ നബി അക്കരെ കടന്നു, പിന്നാലെ വന്ന ഫിറഔനും സംഘവും അതിൽ മുങ്ങി മരിച്ചു എന്ന് പറയുമ്പോഴാണ് അത് മുഅ്ജിസത്താകുന്നത്. അത് ബുദ്ധിക്ക് നിരക്കാത്തതാണ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. അത് വിശ്വാസികൾ സ്വീകരിക്കുന്ന കാര്യമാണ്. ഇവര് പറഞ്ഞു ബുദ്ധിക്ക് നിരക്കാത്ത കറാമത്തുകൾ സ്വീകരിക്കാൻ പാടില്ല, ബുദ്ധിക്ക് നിരക്കുന്ന കറാമത്തുകളെ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഈ ആളുകളെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്തുപോയ ആളുകളെ ആക്ഷേപിക്കാൻ, അവര് ഒറിജിനൽ അല്ലെന്ന് പറയാൻ, അവർ വ്യാജന്മാരാണെന്ന് പറയാൻ, CM മടവൂരിനെ കുറിച്ച് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് പറയാൻ, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ബലികഴിക്കുകയാണ് ഈ ആളുകൾ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് വൈലത്തൂര് വന്നിട്ട് പേരോട് ആളുകൾക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. എന്താ ഉപദേശം? പണ്ഡിതന്മാരെ എല്ലാവരും അംഗീകരിക്കണം, പണ്ഡിതന്മാരെ എല്ലാവരും സ്വീകരിക്കണം. കാരണം അല്ലാഹു പറഞ്ഞത് അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. ഈ ഉലുൽ അംർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ അനുസരിച്ചോളണം, അവർക്ക് വഴിപ്പെട്ട് ജീവിച്ചു കൊള്ളണം, എന്നാലേ ഈ ബന്ധം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ വയറ് മുറിഞ്ഞു പോകുന്നതാണ്, കണക്ഷൻ മുറിഞ്ഞു പോകും. എന്ത് കണക്ഷനാണ് സമസ്തക്ക് അള്ളാഹിന്റെ റസൂലുമായിട്ടുള്ളത്? ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ എടുത്തോളൂ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ, ഏതെങ്കിലും ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ സർവലോക രക്ഷിതാവായ റബ്ബിനെ അല്ലാതെ തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു നബിയെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, നൂഹ് നബിയെ, അയ്യൂബ് നബിയെ, സാലിഹ് നബിയെ, ദാവൂദ് നബിയെ, സുലൈമാൻ നബിയെ, ഏതെങ്കിലും ഒരു നബിയെ വിളിച്ചു തേടിയതായി തെളിയിക്കാൻ ഈ ആളുകൾക്ക് കഴിയോ? പിന്നെ എന്ത് കണക്ഷനാ ഉള്ളത്? നോക്കൂ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് കർമ്മം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ ഓർമ്മകൾ വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മണ്ണിലൂടെയാണ്, കർമ്മങ്ങളിലൂടെയാണ് ഹജ്ജ് കർമ്മം കഴിഞ്ഞു പോകുന്നത്. ഇഹ്റാം കെട്ടിയത് മുതൽ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട്, ബീവി ഹാജറിനോട് ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇബ്രാഹിം നബിയെ, എന്റെ മക്കൾക്ക് ആരോഗ്യം നൽകണേ. ഇസ്മായിൽ നബിയെ, എന്റെ കുട്ടികൾക്ക് ക്ഷമ നൽകണമേ, അല്ലെങ്കിൽ ക്ഷമ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ബീവി ഹാജർ, എന്റെ ഭാര്യക്ക്, എന്റെ ഉമ്മാക്ക് മനക്കരുത്ത് നൽകണേ. ഈ പൊന്നാനി മുനമ്പത്തെ ബീവിയേക്കാൾ എത്രയോ ശ്രേഷ്ഠയല്ലേ ഹാജറ ബീവി? ആ ഹാജറ ബീവിയോട് ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഒരു തേട്ടം കാണാൻ കഴിയില്ല നമുക്ക്. പിന്നെ എവിടെയാ ഈ കണക്ഷൻ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ കണക്ഷൻ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അംഗീകരിക്കുന്നതിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് 100 കൊല്ലങ്ങൾക്ക് മുമ്പ്
കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയും 1933 അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തപ്പോ നമ്മളുടെ ഉലമാ ആ കേരള ജമിയത്തുൽ ഉലമ എന്നതിന്റെ കൂടെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് കൂടി ചേർത്ത് വെച്ചത്. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. അവിടെയാണ് കണക്ഷൻ. അത് വെറുതെ പറയുന്നതല്ല. ഖബർ കെട്ടിപ്പൊക്കുന്നിടത്ത് ഈ വൈലത്തൂർ തങ്ങളുടെ നേർച്ച എന്ന പേരിൽ നേർച്ച സംഘടിപ്പിച്ചല്ലോ. അതില് വന്ന് പ്രസംഗിക്കുമ്പോഴാ പറയുന്നത് എന്ത്? കണക്ഷൻ നഷ്ടപ്പെട്ടു കേട്ടോ. ഖബർ കെട്ടിപ്പൊക്കാൻ കണക്ഷൻ ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടു പോയ സ്വഹാബികളില്ലേ, രക്തസാക്ഷികളായവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മകൻ മരണപ്പെട്ടില്ലേ? അള്ളാന്റെ റസൂലിന്റെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു രക്തസാക്ഷികളായില്ലേ? സയ്യിദു ശുഹദാ, രക്തസാക്ഷികളുടെ നേതാവാണ് ഹംസ റളിയല്ലാഹു അൻഹു. ആരുടെയെങ്കിലും ഖബർ കെട്ടിപ്പൊക്കി പാറാൾ നേർച്ച നടക്കുന്നത് പോലെ, വൈലത്തൂർ തങ്ങളുടെ ഖബറിനരികിൽ നേർച്ച നടക്കുന്നത് പോലെ, മമ്പുറത്തും മടവൂരിലും നേർച്ച നടക്കുന്നത് പോലെ, ഭീമാപള്ളിയിലും പുത്തൻപള്ളിയിലും ഉറൂസ് നടക്കുന്നത് പോലെ, പട്ടാമ്പിയിലും മണത്തലയിലും ചന്ദനക്കുടം നടക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു നേർച്ചയോ സമ്പ്രദായമോ ഈ ഖബറുകൾ കെട്ടിപ്പൊക്കി അള്ളാഹുവിന്റെ റസൂലോ ആ റസൂലിനെ പിൻപറ്റിയ സഹാബികളോ നടത്തിയോ? എന്ത് കണക്ഷനാണ് സമസ്തക്കാർക്ക് അള്ളാഹിന്റെ റസൂലുമായി ഉള്ളത്? എന്ത് കണക്ഷനാണ് സമസ്തക്കാർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുമായിട്ടുള്ളത്? ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കുരുവട്ടൂരികളെ തോൽപ്പിക്കാൻ, അതേപോലെയുള്ള ത്വരീഖത്തുകാരെ തോൽപ്പിക്കാൻ ഇവിടെ വന്നിട്ട് പറയാണ് കണക്ഷൻ വിട്ടുപോകും. കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവുമായി കടന്നു വന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ പറഞ്ഞയിടത്തിൽ നിന്ന്, പഠിപ്പിച്ചയിടത്തിൽ നിന്ന് കണക്ഷൻ വിട്ടുപോയി. ചോദിക്കട്ടെ, ഈ CM മടവൂരിനെ പറ്റി പടച്ചോനാണ് എന്നുള്ള പാട്ട് പാടിയപ്പോ അത് ഭയങ്കര അപകടമാണ്, അങ്ങനെ പാട്ടുപാടുന്നവരുടെ കൂട്ടത്തിലൊന്നും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു ഈ പുരോഹിതന്മാർ. ഈ മുസ്ലിയാക്കന്മാരെല്ലാരും പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ CM മടവൂരിനെ കുറിച്ച് പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി സമസ്തക്കാരുടെ വിശ്വാസം എന്താ? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി സമസ്തക്കാരുടെ വിശ്വാസം എന്ത്? ഈ ഷെയ്ഖ് ജീലാനി എപ്പോഴാ സൃഷ്ടിക്കപ്പെട്ടത്? അന കുന്തു ഫിൽ ഉലിയ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈൻ ഇജ്തിമാഅൽ അഹിബ്ബതി. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിന്റെ കൂടെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ നൂറാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നൊരു കള്ളക്കഥ ഈ ആളുകൾ പറയാറുണ്ട്. ആ നൂറുണ്ടാകുമ്പോ ഞാനും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴാ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടായത്? ആ നൂറിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യ സൃഷ്ടിക്ക് മുമ്പേ അവിടെ ഈ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ട് എന്നാണ്. ഇതല്ലേ സമസ്തയുടെ വിശ്വാസം? സൃഷ്ടിയാണോ മുഹീദ്ദീൻ ഷെയ്ഖ്? അന്നേ അവിടെയുണ്ട്, തീർന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന്റെ പോരിശുകൾ പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദ്യങ്ങൾ ഉണ്ടല്ലോ. എന്തൊക്കെയാ പറയുന്നത്? ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്നെനിക്കറിയാം. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ കാട് വെടിച്ച് കിടക്കുകയായിരുന്നല്ലോ. അത് വെട്ടിയ ആളോട് ചോദിച്ചു നോക്കൂ, എത്ര ചെടിയാ ഞങ്ങൾ വെട്ടിയത്? അറിയോ? ഇല്ല. ആർക്കറിയും? മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയും എത്ര ചെടിയുണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയാം. ഈ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എന്നതിന്റെ എണ്ണം ഷെയ്ഖ് ജീലാനിക്ക് അറിയാം. സമസ്തക്കാരുടെ വിശ്വാസമല്ലേ?
വഅലമു ഇൽമല്ലാഹി വഹസി ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി അദ്ദൽ ലിമൗജതി. അള്ളാന്റെ ഇൽമ എത്രയാണ്? ചെടിയും മരവും അതേപോലെ കൊമ്പും ഇലയൊക്കെ അവിടെ നിൽക്കട്ടെ, അള്ളാന്റെ ഇൽമ എത്രയാണ് എന്നെനിക്കറിയാം. എങ്ങനെ? അതിന്റെ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഞാൻ പറഞ്ഞു തരാം. പിന്നെയോ കടലിൽ എത്ര തിരമാലകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം. പണ്ടൊരാള് പറഞ്ഞല്ലോ, ഒരു വിഷയത്തിൽ ചർച്ച ഇങ്ങനെ നടന്നപ്പോ ആളെ പേര് ഞാൻ പറയില്ല, വേണമെങ്കിൽ തുപ്പിക്കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ.